നമസ്കാരം. രാമക്ഷേത്ര നിർമ്മാണ ആരംഭം മുതൽ അനേകം അഭ്യൂഹങ്ങൾ പുറത്ത് വന്നിരുന്നു. എന്നാൽ അവയ്ക്കെല്ലാം മുകളിലായി അവിടെ നിത്യവും അനേകം അത്ഭുതങ്ങൾ നടന്നിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇതേക്കുറിച്ച് അധികം വാർത്തകൾ പുറത്ത് വന്നിരുന്നില്ല എന്നതും മറ്റൊരു കാര്യം തന്നെയാകുന്നു. എന്നാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഈ അത്ഭുതങ്ങളിൽ പലതും ലോകമെമ്പാടുമുള്ളവർ കാണുവാൻ ഇടയായി. അത്തരത്തിൽ ഒരു അത്ഭുതത്തെക്കുറിച്ചും എപ്രകാരം ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണ ആരംഭം മുതൽ തന്നെ ഏറെ കാര്യങ്ങൾ അവിടെ കണ്ടു തുടങ്ങി അഥവാ സംഭവിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു. കൂട്ടം കൂട്ടമായി തന്നെ അവിടെ ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. കണ്ടു നിന്നവർക്കും ഈ അത്ഭുതങ്ങൾ അവർക്ക് വളരെയധികം ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യങ്ങളായി മാറി. ഇത്രയധികം വാനരക്കൂട്ടങ്ങളെ അവിടെ മുൻപ് കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വാനരന്മാർ അവിടെ വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ അവർ കൂട്ടം കൂട്ടമായി തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാനമായും കർശനമായ സംരക്ഷണം തന്നെ നൽകിയിരുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ വാനരക്കൂട്ടങ്ങളെ ഒന്നും ചെയ്തില്ല എന്നത് വാസ്തവമാകുന്നു. ശ്രീരാമസ്വാമിയെ കാണുവാനായി വരുന്നു അതിഥികളായി തന്നെ അവരെ ഏവരും കണക്കാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ അത്ഭുതകരമായി വാനരക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ വാനരന്മാർ ഇത്തരത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് വരുന്ന അത്ഭുതകരമായ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു എന്നതാണ് വാസ്തവം. ഇത് കൂടുതൽ വ്യക്തമായി തന്നെ കാണുവാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ അത്ഭുതകരമായ കാര്യങ്ങളാണ് രാമക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. രാമക്ഷേത്രത്തിലെ എല്ലായിടത്തും CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ മുക്കിലും മൂലയിലും. അതിനാൽ നിരീക്ഷണത്തിൽ തന്നെയാണ് എന്നത് വാസ്തവമാകുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കല്ലാതെ മറ്റാർക്കും ക്ഷേത്രത്തിലേക്ക് ആ സമയം പ്രവേശനം ഇല്ലായിരുന്നു. എന്നിട്ടും CCTVയിൽ വ്യക്തമായി തന്നെ വാനരൻ ഉള്ളിലേക്ക് നടന്നു പോകുന്ന ദൃശ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാനരനായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു വാനരനാണ് ഉള്ളിലേക്ക് നടന്നു പോകുന്നതായി വ്യക്തമായത് എന്നതാകുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ദൃശ്യം പ്രകടമായി എന്നതാണ് വാസ്തവം. ശ്രീ ഹനുമാൻ സ്വാമി തന്നെയാണ് ഇത് എന്നാണ് ഏവരും അവിടെ കൂടിയിരുന്ന വിശിഷ്ട അതിഥികളും ഏവരും പറയുന്നത് അപ്രകാരം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു അത്ഭുതം നടന്നു എന്നതാണ് വാസ്തവം. കാരണം ഒരേ ഒരു വാനരൻ ആ സമയം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് വാസ്തവം. ആദ്യം വിഗ്രഹ നിർമ്മിതിക്കായി നേപ്പാളിൽ നിന്നും 2 വലിയ കല്ലുകൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇവ വിഗ്രഹ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല. പകരം മറ്റൊരു കല്ലുപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശ്രീരാമസ്വാമിയുടെ ബാല്യരൂപത്തിലുള്ള വിഗ്രഹം ഒരു നോക്കു കണ്ടാൽ കണ്ണുകൾ മാറ്റുവാൻ സാധിക്കുന്നതല്ല. അത്രമേൽ ആകർഷണമാണ് അല്ലെങ്കിൽ ചൈതന്യമാണ് ഈ വിഗ്രഹത്തിനുള്ളത് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടി ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ മറ്റനേകം പ്രതിഷ്ഠകളുണ്ട്. ഓരോ പ്രതിഷ്ഠകൾക്കും പ്രാധാന്യമുണ്ട്. ഇതിൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലുണ്ട് എന്നത് പ്രത്യേകതയാകുന്നു. തെക്ക് ദിശയിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വരുന്നത്. വടക്കായി അന്നപൂർണേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയും നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ മഹാഋഷിമാരുടെ പ്രതിഷ്ഠ ഈ മഹാക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കുന്നു എന്നത് പ്രത്യേകതയായി തന്നെ പറയാം. 3 നിലകളുള്ള ഈ മഹാക്ഷേത്രത്തിൽ പ്രധാനമായും വലിയ സമുച്ചയത്തിൽ ഓരോ സ്ഥലവും ഒരു വിസ്മയം തന്നെയാണ് എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതങ്ങൾ ക്ഷേത്രത്തിലുണ്ട്.
കൂടാതെ മറ്റൊരു അത്ഭുതം കൂടി ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും. ക്ഷേത്രത്തിൽ വലിയ ഒരു പാറ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ പാറ ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുവന്ന ഒരു പാറയാകുന്നു. സീതാദേവിയെ രാവണൻ അശോകവതിയിൽ തടവിൽ ആക്കിയിടത്തു നിന്നുമാണ് ഈ പാറ കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് ഈ പാറയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അത്ഭുതവും ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. രാമനവമി ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ ക്ഷേത്രത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. എല്ലാ രാമനവമി ദിവസവും ഈ അത്ഭുതം കാണുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. സൂര്യരശ്മികൾ ഉപയോഗിച്ച് ഭഗവാന്റെ തിരുനെറ്റിയിൽ വെളിച്ചം കൃത്യമായ സമയത്ത് വന്ന് ചേരുന്നതാകുന്നു. ഇപ്രകാരം ആദ്യം സംഭവിക്കാൻ പോകുന്നത് മാർച്ച് 29-നാണ്. ഇന്നാണ് ആദ്യമായി, അതായത് മാർച്ച് 29-നാണ് ആദ്യമായി ഇത്തരത്തിൽ ഒരു അത്ഭുതം ക്ഷേത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കൂടാതെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ ക്ഷേത്രത്തിൽ മഹാഋഷിമാർക്ക് ചില പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിൽ മഹാഋഷിമാർക്കുള്ള സെപ്പറേറ്റായ ചെറു ക്ഷേത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാഋഷി വാൽമീകിയും മഹാഋഷി വശിഷ്ഠർക്കും മഹാഋഷി വിശ്വാമിത്രനും മഹാഋഷി അഗസ്ത്യർക്കും ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട്. അത്തരത്തിൽ നിരവധിയാർന്ന സവിശേഷതകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. കൂടാതെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയത്തും ഈ ക്ഷേത്രത്തിൽ കർശനമായ സുരക്ഷകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഇത്തരത്തിൽ സുരക്ഷ ഉള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാനരൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. അത് ഹനുമാൻ സ്വാമിയാണ് എന്ന വ്യക്തമായ ബോധ്യം ഏവർക്കുമുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. കാരണം പ്രതിഷ്ഠ നടക്കുന്നതിന് തൊട്ടു മുൻപ് ഇത്തരത്തിൽ വാനരൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് അത്ഭുതകരമായി തന്നെയാണ് ഏവരും നോക്കിക്കണ്ടത്. കാരണം അത് ഹനുമാൻ സ്വാമിയായിരുന്നു എന്ന വ്യക്തമായ ധാരണ, ബോധ്യം ഏവർക്കും ഉണ്ടായിരുന്നു. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.